Hi friends, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In today's lecture, we are going to discuss about the different levels of management and the objectives of management. The management in an organization can be divided into three different levels: top level management, middle level management and lower level management. So in this class we will be discussing about the different levels of management. First, let us discuss about the top level management. It consists of board of directors, chief executive or managing director. The top management is the ultimate source of authority and it manages goals and policies for an enterprise. It devotes more time on planning and coordination function. ഒരു കമ്പനിയുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ്സ്, മാനേജിംഗ് ഡയറക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ് ആ ഓർഗനൈസേഷന്റെ അൾട്ടിമേറ്റ് അതോറിറ്റി. അവരാണ് ആ കമ്പനിയുടെ എല്ലാ തരത്തിലുള്ള ഗോൾസ് സെറ്റ് ചെയ്യുന്നത്, പോളിസീസ് ഫ്രെയിം ചെയ്യുന്നത്. അവർ കൂടുതലും ടൈമും ടോപ്പ് ലെവൽ മാനേജ്മെന്റ് വർക്ക് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം ദേ വിൽ ബി ഡൂയിങ് പ്ലാനിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ഫംഗ്ഷൻസ്. അതാണ് അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് മെയിൻ ഫംഗ്ഷൻ ആണ് പ്ലാനിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ ഡിഫറെന്റ് ഗോൾസ് ആൻഡ് പോളിസീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ദി ഓർഗനൈസേഷൻ. It prepares strategic plans and policies for the enterprise. It also provides direction. They also maintain the contact with outside world. ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ് ആ ബിസിനസിന്റെ, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണെങ്കിലും ആ ബിസിനസിന്റെ എല്ലാ തരത്തിലുള്ള കൺട്രോളും കോർഡിനേഷനും നടത്തുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. എല്ലാ തരത്തിലുള്ള സ്ട്രാറ്റജിക് പ്ലാൻസ്, പോളിസീസ് ഇതെല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. ദേ ഓൾസോ മെയിൻറ്റെയിൻ കോൺടാക്ട് വിത്ത് ഔട്ട്സൈഡ് വേൾഡ്. ആ ഓർഗനൈസേഷനും മറ്റ് ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള കോൺടാക്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. അവരാണ് ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള കോൺടാക്ട്സും എല്ലാം മാനേജ് ചെയ്യുന്നത്. Altogether we can say that the top level management is the ultimate source of authority in an organization. Just below the top level management comes the middle level management. The branch managers and departmental managers constitute middle level. They devote more time to implement policies and strategies. In the middle level management, middle level എന്ന് പറയുന്നത് ടോപ്പ് ലെവലിന് തൊട്ട് താഴെ ടോപ്പ് ലെവലിലുള്ള അതോറിറ്റീസ് ഫോർമുലേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസും പോളിസീസും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ഫംഗ്ഷൻ. അവർ മിഡിൽ ലെവൽ മാനേജർ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രാഞ്ച് മാനേജേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ് ഒക്കെയാണ് മിഡിൽ ലെവലിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ടോപ്പ് അതോറിറ്റീസ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും CEO എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റും. അവർക്ക് തൊട്ട് താഴെ നിൽക്കുന്ന അതോറിറ്റി ബ്രാഞ്ച് മാനേജേഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ്, ഇവരെയാണ് നമ്മൾ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുക. ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ ഫോർമുലേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസും പോളിസീസും ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. They make plans for the subunits of the organization. They interpret and explain policies from top level management to lower level management. They also send important reports and other important data to top level management. They are also responsible for inspiring lower level managers towards better performance. അപ്പോൾ ഒരു കമ്പനിയുടെ മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ടോപ്പ് ലെവൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഫോർമുലേറ്റ് ചെയ്യുന്ന പോളിസീസും സ്ട്രാറ്റജീസും എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നതാണ് മിഡിൽ ലെവലിൻ്റെ മെയിൻ ഡ്യൂട്ടി. അത് കൂടാതെ ഒരു മിഡിൽ ലെവൽ മാനേജർ അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അണ്ടറിലുള്ള ഒരു സബ് യൂണിറ്റ് ഉണ്ടാവും. ആ യൂണിറ്റിന് ആവശ്യമായുള്ള പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളത് മിഡിൽ ലെവൽ മാനേജർ അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അത് മാത്രമല്ല അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പ് ലെവൽ പറയുന്ന പോളിസീസും സ്ട്രാറ്റജീസും എല്ലാം ലോവർ ലെവലിലേക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുകയും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഡ്യൂട്ടിയാണ്. ഇത് കൂടാതെ ടോപ്പ് ലെവലിലേക്ക് ഇത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി, ലോവർ ലെവലിനെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ കയ്യിൽ നിന്നും ആവശ്യമായ റിപ്പോർട്ട്സും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് തിരിച്ചയക്കുക എന്നുള്ളത് മിഡിൽ ലെവലിൻ്റെ ഡ്യൂട്ടിയാണ്. They are also responsible for inspiring lower level managers towards better performance. ഒരു മിഡിൽ ലെവൽ മാനേജറിൻ്റെ ഡ്യൂട്ടിയാണ് അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള ലോവർ ലെവൽ മാനേജറിനെ മോട്ടിവേറ്റ് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക. കാരണം ഒരു കമ്പനിയുടെ ബെറ്റർ പെർഫോമൻസ് ഉണ്ടാവണമെങ്കിൽ ആ കമ്പനിയുടെ ലോവർ ലെവൽ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്താൽ മാത്രമേ ആ കമ്പനിക്ക് നല്ലൊരു പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് ലോവർ ലെവലിലുള്ള മാനേജേഴ്സിനെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളത്.
And the third level of management is lower level management. Lower level is also known as supervisors or operational level of management. It consists of supervisors, foremen, section officers, superintendent, etc. They are responsible for the quality as well as quantity of production. ഒരു ഓർഗനൈസേഷൻ്റെ സൂപ്പർവൈസേഴ്സ്, ഫോർമെൻ, സെക്ഷൻ ഓഫീസേഴ്സ്, സൂപ്പറിൻറ്റൻഡൻറ്റ് ഇത്തരം ആൾക്കാരെല്ലാം കൂടെ ചേർന്നതാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലാണെങ്കിൽ അവർ പോളിസീസ് ഫ്രെയിം ചെയ്യുന്നു. മിഡിൽ ലെവലിലേക്ക് വരുമ്പോൾ ആ ഫ്രെയിം ചെയ്ത പോളിസീസ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇങ്ങ് താഴെ ലോവർ ലെവൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ ലെവലിലേക്ക് വരാം. ഇവിടെയാണ് ഒറിജിനലായിട്ട് വർക്ക് നടക്കുന്നത്. ഓപ്പറേഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പറേഷൻ ആക്ടിവിറ്റീസ് സൂപ്പർവൈസ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നത് ലോവർ ലെവൽ മാനേജേഴ്സാണ്. They communicate workers' problems, suggestions and other recommendations to the higher level and higher level goals and objectives to the workers. ഒരു ഓർഗനൈസേഷനിലെ വർക്കേഴ്സിനുണ്ടാകുന്ന പ്രോബ്ലം, അവർക്കുണ്ടാകുന്ന സജഷൻസ്, അവർക്കുണ്ടാകുന്ന റെക്കമെൻഡേഷൻസ്, ഈ കാര്യങ്ങളെല്ലാം ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലേക്കും ഇൻഫോം ചെയ്യുന്നത് ലോവർ ലെവൽ മാനേജറിൻ്റെ ഡ്യൂട്ടിയാണ്. അതുമാത്രമല്ല, ഒരു വർക്കറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നത്, അവരുടെ പ്രശ്നങ്ങൾ ഫസ്റ്റ് സോൾവ് ചെയ്യുന്നത് ഒരു ലോവർ ലെവൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ ലെവൽ മാനേജർ ആയിരിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം ഫസ്റ്റ്ലി സോൾവ് ചെയ്യുകയും എന്തെങ്കിലും അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ടോപ്പ് ലെവലിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുള്ളൂ. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് ട്രെയിനിങ് ടു ദ വർക്കേഴ്സ്. ലോവർ ലെവൽ മാനേജർ അല്ലെങ്കിൽ ഓപ്പറേഷൻ ലെവൽ മാനേജറാണ് നമ്മുടെ ഓർഗനൈസേഷനിലെ വർക്കേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്ന എല്ലാ വർക്കേഴ്സിന് ആവശ്യമായുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പറേഷണൽ ലെവലാണ്. ഓപ്പറേഷൻ ലെവൽ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന ലെവൽ ഓഫ് മാനേജ്മെൻറ്റിനാണ് നമ്മൾ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുക. Even though the basic purpose of management of an enterprise is to achieve organization goals, a management has different types of objectives. Next, we are going to discuss about those objectives. First, efficient use of resources. Management seeks to obtain maximum profit with minimum resources and efforts. മാനേജ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാക്സിമം പ്രോഫിറ്റ്. ബട്ട് എങ്ങനെയുള്ളതായിരിക്കണം മാക്സിമം പ്രോഫിറ്റ്? എങ്ങനെയായിരിക്കണം അച്ചീവ് ചെയ്യേണ്ടത്? നമ്മുടെ റിസോഴ്സിനെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരുപാട് റിസോഴ്സ് യൂസ് ചെയ്ത് നല്ല പ്രോഡക്റ്റും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് വിൽക്കാം. പക്ഷേ നമ്മുടെ പ്രോഫിറ്റ് എത്രത്തോളം കുറഞ്ഞിരിക്കും. നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുകയും വേണം. അറ്റ് ദ സെയിം ടൈം റിസോഴ്സിനെ ഒപ്റ്റിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും വേണം. മിനിമം റിസോഴ്സസ്, മിനിമം എഫേർട്ട്, മാക്സിമം പ്രോഫിറ്റ്. അതാണ് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. As per modern approaches, the main objective of management is satisfaction of customer. The customer must be offered with quality products and better services for satisfaction of their wants. കസ്റ്റമറിൻ്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള മോഡേൺ അപ്രോച്ചസ് അനുസരിച്ച് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഇതാണ്. കസ്റ്റമറിൻ്റെ നീഡ് മനസ്സിലാക്കി അവർക്ക് ആ നീഡിന് ആവശ്യമുള്ള ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് മോഡേൺ അപ്രോച്ച് അനുസരിച്ച് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്. Management is also concerned about the owners of the business. Adequate return on capital is also an objective of management. Management must achieve a reasonable rate of return for the owners of the business. Management customer satisfaction മാത്രമല്ല, അറ്റ് ദ സെയിം ടൈം ബിസിനസ്സിൻ്റെ ഓണേഴ്സിനെയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഏത് രീതിയിലാണ്? അവർക്ക് പറ്റുന്ന റീസണബിൾ ആയിട്ടുള്ള, അവർ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റിന് റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവാണ്. മാനേജ്മെൻറ്റ് കൃത്യമായി നടന്നാൽ മാത്രമേ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൃത്യമായി നടക്കുകയുള്ളൂ, കൃത്യമായി പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. കൃത്യമായ പ്രോഫിറ്റ് ഉണ്ടായാൽ മാത്രമേ ബിസിനസ്സിൻ്റെ ഓണേഴ്സിന് അവർക്ക് ഒരു റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ് ആഡിക്വേറ്റ് ആയിട്ടുള്ള റിട്ടേൺ ആർക്ക് പ്രൊവൈഡ് ചെയ്യുക? ബിസിനസ്സിൻ്റെ ഓണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. In order to increase the efficiency of an organization should have a well-satisfied workforce. For having a well-satisfied workforce, the working condition should be great. So the next objective of management is to create a good working condition. Managers seek to achieve good working conditions, fair wages,
and security in order to increase the efficiency. ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടായിരിക്കണം. വർക്കിംഗ് കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ചെയ്യാനുള്ള വർക്കിനുള്ള നല്ല സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം, അവർ ചെയ്യുന്ന വർക്കിന് അനുകൂലമായ ഫെയർ അവർക്ക് കിട്ടുന്ന അതിനനുസരിച്ചുള്ള സാലറീസ് ഉണ്ടായിരിക്കണം. പിന്നീട് അവർക്കൊരു അവർ ചെയ്യുന്ന ജോലിക്ക് ഒരു സുരക്ഷിത ഉണ്ടായിരിക്കണം. സുരക്ഷിത ഇൻ ദ സെൻസ് അതായത് അവർക്ക് എംപ്ലോയ്മെൻറ്റ് സെക്യൂരിറ്റി ഉണ്ടാവണം, ജോബ് സെക്യൂരിറ്റി ഉണ്ടാവണം, അറ്റ് ദ സെയിം ടൈം വർക്കിംഗ് സെക്യൂരിറ്റിയും ഉണ്ടാവണം. അങ്ങനെ മൊത്തത്തിൽ ഒരു ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സാറ്റിസ്ഫൈഡ് വർക്ക് ഫോഴ്സ് ഉണ്ടാവുള്ളൂ. Satisfied workers are cooperative and contribute to the goals of an organization. ഒരു ഓർഗനൈസേഷൻ്റെ വർക്കേഴ്സ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവരുടെ വർക്കിംഗ് കണ്ടീഷനിലും അവർക്ക് കിട്ടുന്ന സാറ്റിസ്ഫൈഡ് വർക്ക് ഫോഴ്സ് ആണെങ്കിൽ അവർ അത്രത്തോളം ആ കമ്പനിയുടെ മെച്ചത്തിന് വേണ്ടി പ്രവർത്തിക്കും. അവർ കൂടുതലായിട്ട് ഗോൾസ് അച്ചീവ് ചെയ്യാനും അവരുടെ ഫുൾ എഫേർട്ടും ആ ഓർഗനൈസേഷനിലേക്ക് ഇൻപുട്ട് ചെയ്യും. Another important objective of management is to maintain a good relationship with suppliers. In order to continue in production, management seeks to achieve good relation with the suppliers of raw material and capital. ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി കൃത്യമായി നടക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കൃത്യമായ റോ മെറ്റീരിയൽസും നമുക്ക് ഫിനാൻഷ്യൽ നീഡ്സ് വരുമ്പോൾ അതിനുള്ള ഫിനാൻഷ്യൽ സോഴ്സസും കൃത്യമായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത് രണ്ടും സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, റോ മെറ്റീരിയൽ സപ്ലയേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്യാപിറ്റൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെയും നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവാണ്. കൃത്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് സപ്ലയേഴ്സായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ കൃത്യമായി നമുക്ക് ആവശ്യമുള്ള സമയത്ത് റോ മെറ്റീരിയൽസും ക്യാപിറ്റലും എല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ട് സപ്ലയേഴ്സ് റെഡി ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. A management is not only concerned about its owners and customers, but it has a bigger responsibility to the society and the nation as a whole. Contribution to the nation's goals is also an important objective of the management. Management should make the judicious use of scarce resources of the country. ഒരു കൺട്രിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ കൺട്രിയുടെ സ്കേഴ്സ് റിസോഴ്സിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ ആ കൺട്രിക്ക് അല്ലെങ്കിൽ ആ നേഷന് മൊത്തത്തിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുള്ളൂ. അപ്പോൾ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒബ്ജക്റ്റീവ്സിൽ ഒന്നാണ് ആ നേഷൻ്റെ ഏറ്റവും സ്കേഴ്സ് റിസോഴ്സിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഓവർ യൂട്ടിലൈസ് ചെയ്യാതെയും ഒപ്റ്റിമം യൂട്ടിലൈസേഷനിലൂടെ നേഷന് മൊത്തത്തിൽ ബെനഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് മറ്റൊരു തരത്തിൽ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റും മാനേജ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതിന് ബേസ് ചെയ്തുള്ള അസൈൻമെൻ്റ് ആണ് ഇന്ന് തന്നിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.